ഞാനിന്നൊരു സ്പെഷ്യൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കുവാണ്. പക്ഷേ അതിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി ആദ്യം ഞാൻ നോക്കി ഇതിനകത്ത് പുഴുക്കൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കി ഇതിൻ്റെ ഓരോ ഇതളുകളും മുറിച്ചെടുത്തു. മുറിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ തണ്ട് വരുമല്ലോ, ശകലം തണ്ടായിട്ട് വരുന്ന ഭാഗം, അതിനെ ഞാനൊരു കത്തി വെച്ച് അതിനങ്ങ് മുറിച്ചിട്ട് ബാക്കി ആ മുകൾ ഭാഗത്തുള്ള പൂ മാത്രമാണ് എടുത്തത്. ഈ പൂവിനെ എടുത്തിട്ട് ആദ്യം ഒരു 4-5 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചായിരുന്നു. പിന്നെ അതിൽ നിന്ന് കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ ശകലം വെള്ളം ചൂടാക്കാൻ വെച്ചു. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട്, നമുക്ക് ഈ ബ്രൊക്കോളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അതിനകത്ത് വേണമല്ലോ വേകാൻ വേണ്ടി, അതും കൂടി ഇട്ട് ഒരു തിള വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് തൊട്ട് നോക്കി അത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ അത് വെന്തായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അതിനെ കോരി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടു. പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊന്നും നമുക്ക് ഇവിടെ നിന്നിപ്പം തണുത്ത വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ മൊത്തത്തിൽ ഇപ്പം ഫ്രിഡ്ജായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം സാധാ വെള്ളം തന്നെ നല്ല തണുപ്പായിരുന്നു. അതിനകത്തോട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് അതൊന്ന് നമ്മുടെ ആ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടി. അത് പിന്നെ അത് ഒരു ചെറിയൊരു കട്ടിയും ആ തണുത്ത വെള്ളത്തിൽ ഇടുമ്പോൾ. എന്നിട്ട് അതിനെ ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തു. ഈ മുറിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും 1 സവാളയും കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്തായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് ഇടാൻ വേണ്ടി. ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞക്കരുവും വെള്ളയും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ആവാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ പാടല്ലേ. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെന്നാൽ ഈ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ അതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാമെന്ന്. ഉടനെ തന്നെ എല്ലാം കൂടെ ഇട്ടില്ല, ആ ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ ഉള്ളിയും മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തു. കുറച്ച് നമ്മുടെ ഓംപ്ലേറ്റ് ആണല്ലോ, കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് അതൊന്ന് മിക്സ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ആ ബ്രൊക്കോളിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയാമെന്നുള്ളതല്ലോ, നമ്മൾ സാധാരണ മുട്ട ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു തവ വെച്ച് തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ മുട്ട അതിനകത്തോട്ട് ഒഴിച്ചു. പക്ഷെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും കനമുണ്ട്, ഇതിനി മറിഞ്ഞു വരുമോ ഇല്ലയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് അതിൻ്റെ മുഖത്ത് നിന്ന് കാണാനൊരു ഭംഗിക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചതച്ച് വെച്ചിരുന്ന മുളകും കൂടെ ഇട്ടു. എന്നിട്ട് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് പേടിച്ചാണ് മറിച്ചത് കേട്ടോ. അയ്യോ പൊട്ടിപ്പോവോ, എൻ്റെ വീഡിയോ മൊത്തം ചീത്തയാവുമോ ഇല്ലേന്ന്. എന്തായാലും നേരെ ചൊവ്വേ മറിഞ്ഞു വന്നു. എൻ്റെ ഈ ഓംപ്ലേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുതേ. അങ്ങനെ എൻ്റെ ഓംപ്ലേറ്റ് റെഡിയായി.